നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അനുസരിച്ചിരിക്കും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും. കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുവാണ്. ഞാൻ സ്കൂളിൽ ചെന്ന സമയത്ത് ഞങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിന് എന്തോ ഒരു നിസ്സാരപ്പെട്ട കാര്യത്തിന് ഞങ്ങളവിടെ പിടിച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതെല്ലാം ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളെ തന്നെ അവർ വഴക്ക് പറയുന്നതും ശകാരിക്കുന്നതും ഒക്കെ. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും പേര് ആ ഒരു ക്ലാസ്സിലുണ്ടെന്ന് പോലും അവർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം പഠിക്കുന്ന ചുരുക്കം കുട്ടികൾ കാണുമല്ലോ, അവരെ നോക്കിക്കൊണ്ട് അവർ പഠിപ്പിക്കും. അപ്പോൾ നമ്മളെ എന്തായാലും മൈൻഡ് ചെയ്യുന്നില്ല, നമുക്കത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റേ നമുക്ക് പോയി കിട്ടും. അങ്ങനെ എൻ്റെ 10th എനിക്ക് അധികം മാർക്ക് 10th വരെ 5 തൊട്ട് 10 വരെ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു സ്കൂളിൽ നിന്ന് പോയാൽ മതിയെന്നായിരുന്നു. കാരണം അവരങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെ മടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ആ 10th കഴിഞ്ഞ് വലിയ മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ആയിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ പാസ്സായി പോയത് നമ്മളെ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയിരുന്നു, അങ്ങനത്തെ ആ ഒരു ഇതിലായിരുന്നു നമ്മൾ പാസ്സായത് തന്നെ. പിന്നെ +1ഉം +2ഉം വലിയ തരക്കേടില്ലാത്ത ടീച്ചേഴ്സിനെയൊക്കെ കിട്ടി. അത്യാവശ്യം 1-2 ടീച്ചേഴ്സൊക്കെ ഈ പറഞ്ഞതുപോലൊക്കെയുള്ള സ്വഭാവക്കാർ തന്നെ ആയിരുന്നു. എങ്കിലും നമുക്ക് ശ്വാസം വിട്ട് ഒന്ന് പഠിക്കാനുള്ളൊരു സമയമൊക്കെ കിട്ടി. അത്യാവശ്യം മാർക്കോടുകൂടി തന്നെ +1ഉം +2ഉം ഞാൻ പാസ്സാവുകയും ചെയ്തു. അത്രയും നാളും 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ശ്വാസം മുട്ടിയായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത്. പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞ് ഞാൻ MLT പഠിക്കാൻ പോയി. അവിടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, 100% സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞാൻ അവിടെ നിന്ന്. അവരെന്നെ ട്രീറ്റ് ചെയ്തതനുസരിച്ച് അവർക്ക് അതിൻ്റേതായ രീതിയിൽ എനിക്ക് പഠിക്കാനും പറ്റി.